ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ബോക്സ് ഡെലിവറി വന്നിട്ടുണ്ട്, അൺബോക്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ കണ്ടൻറ് ഉണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇൻഡെക്സിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇലക്ട്രിക് എയർ പമ്പ് അതിൻ്റെ കൂടെ വന്നതാണ്. നമ്മളുടെ പൂളിലേക്ക് നമുക്ക് എയർ ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് എയർ പമ്പ്. പ്ലഗ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പൂളിലേക്ക് എയർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പൂൾ സെറ്റിൻ്റെ കൂടെ വന്നതാണ് പൂൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും, അതേപോലെ എങ്ങനെയാണ് ഈസി ആയിട്ട് പൂൾ സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ റൂൾസും ഇൻസ്ട്രക്ഷൻസൊക്കെ ഈ ബുക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂൾ വെക്കാനുള്ള പ്ലേസൊക്കെ ഇവിടെ അറേഞ്ച്ഡാണ്. പ്ലഗൊക്കെ കണക്ട് ചെയ്ത് ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ പൂളിലേക്ക് എയർ ഫിൽ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ പൂൾ സെറ്റ്. എങ്ങനെയുണ്ടെന്ന് വഴിയെ കാണാമല്ലേ. അപ്പോൾ കണ്ണൻചേട്ടനും എന്നും കൂടി പൂളിലേക്ക് എയർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം തീരാറായി. അപ്പോൾ നമ്മുടെ ഈ പൂള് 10 അടിയോളം വരും കേട്ടോ ലെങ്ത്ത്, 2.5 അടിയോളം ഹൈറ്റ് വരും. 3000 ലിറ്റർ വെള്ളം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസിൽ എയർ ഫില്ല് ചെയ്ത പൂള് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. വെള്ളം ഫില്ല് ചെയ്യാനൊക്കെ ആളുണ്ട്. നമ്മളെ കുഞ്ഞിക്കണ്ണൻ ഓസക്കായിട്ട് വന്നിട്ടുണ്ട്. ആൾ കളിക്കാനാണ് വന്നതെങ്കിലും പൂളിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ പൂള് വെച്ചിരിക്കുന്ന പ്ലേസ് ഉണ്ടല്ലോ, പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ വെട്ടി മാറ്റി മണ്ണൊക്കെ ലെവൽ ചെയ്ത് നല്ല കട്ടിയുള്ള ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ ഈ പൂള് വെച്ചത്. കോൺക്രീറ്റഡ് പ്ലേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൂള് കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം ഫില്ല് ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ പറമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ട് വേണം പൂള് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ കുഞ്ഞിക്കണ്ണൻ്റെ ടോയ്സിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് ബോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഭംഗിയാക്കി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ വെള്ളത്തിലേക്ക്. കുറച്ച് ഭംഗിയാക്കി ഇരിക്കട്ടെ എന്നേ. അപ്പോൾ വെള്ളം ഇത്രയും ഫില്ലായപ്പോഴേക്കും നമ്മളുടെ കുട്ടീസ് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചതാണ് കേട്ടോ ഈ പൂൾ സെറ്റ്. അപ്പോൾ അന്നുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ അതുവരെ ക്ഷമിച്ചിരിക്കാനുള്ള മനസ്സ് അന്നുവിനില്ല. അപ്പോൾ അന്നു തന്നെ പറഞ്ഞതാണ് കുഞ്ഞിക്കണ്ണൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ ബർത്ത്ഡേ ഈ മന്താണ്. അപ്പോൾ വേഗം കിട്ടുമല്ലോ. എങ്ങനെയുണ്ട് നമ്മളുടെ അന്നുവിൻ്റെ ഐഡിയ? അപ്പോൾ ഗൈസ്, ഞങ്ങളും കുട്ടീസിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടാ. കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, നമ്മൾ വലിയവർക്കും പൂൾ ആസ്വദിക്കണ്ടേ. ചൂടൊക്കെ അല്ലേ, ഇതിന് കുളിർമയൊക്കെ ആവാം. അപ്പോൾ ഓരോ ഓസ് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ഫില്ല് ചെയ്തേക്കണേ. നമ്മളുടെ വീട്ടിലെ 1000 ലിറ്ററിൻ്റെ 2 ടാങ്കിലെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പൂളിൽ ഇത്രയും വെള്ളം ഫില്ല് ചെയ്തത്. എന്തായാലും എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളുടെ ഫാമിലിക്കൊക്കെ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. ഈ പൂളിന് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ പൊക്കിയില്ലേ, അത്രയും വെള്ളം ഫില്ല് ചെയ്യണം കേട്ടോ. ഇപ്പം അമ്മയ്ക്കും എനിക്കൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യണ സമയത്ത് നോക്കാൻ പാകത്തിനാണ് കേട്ടോ പൂള് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഫുൾഫില്ലായിട്ടുണ്ട് നമ്മളുടെ പൂള്. ഇനി കുഞ്ഞിക്കണ്ണനെ നമുക്ക് വിടാൻ പറ്റില്ല. അവൻ്റെ കഴുത്തിന് മുകളിലോളം വരെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ പൂള് ഇരിക്കുന്നത് നമ്മളുടെ മൂവാണ്ടൻ മാവിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. എത്ര വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണൽ കിട്ടുന്ന ഒരു സ്പേസാണിട്ടത്. അപ്പോൾ നമ്മളുടെ കുഞ്ഞിക്കണ്ണനെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് അവന് വേണ്ടിയിട്ട് ഒരു സ്വിമ്മിങ് ക്യൂബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി സ്വിമ്മിങ് ക്യൂബ് ആണെങ്കിലും നമ്മൾ പാരൻസിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും കുട്ടികളിൽ വേണം കേട്ടോ. നമുക്ക് ഈ ക്യൂബൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ നമുക്ക് ഈ പൂള് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഈ പൂളിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ പൂള് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ച ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക, യൂസ് ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.